നിങ്ങൾ എഴുതി വെച്ച ബോർഡ് മായ്ക്കാൻ നിൽക്കരുത്. നിയമാനുസരണമായിട്ട് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് എന്ത് അധികാരം എന്റെ കടയിൽ എഴുതി എന്ത് എന്റെ അതൊന്നുമില്ല, എല്ലാം സമാനം പറഞ്ഞു പറഞ്ഞിട്ടാ പോകും. എന്നാ പിന്നെ കണ്ടിട്ടാണല്ലോ നിങ്ങൾ എഴുതി വെച്ചതിനെ മായ്ക്കുന്നത് ഞങ്ങൾ വിളിച്ച മോശം ഞങ്ങളുടെ ഈ ഇറച്ചി വിൽക്കാൻ സമ്മതിക്കാൻ ഇത് കൂടെ കളിച്ചത് നമ്മ കെട്ട ചെയ്യാൻ നമ്മളെ ചെയ്യണം ഞങ്ങൾക്കറിയാം. പോലീസുകാരും കൂടെ കേട്ടല്ലേ ഇത് ടേബിൾ ഇത് വേണം പ്രത്യേകം. ഇറച്ചി വിൽക്കാതെ വന്നാൽ ഇത് കെട്ടുപോകുന്ന സാധനമാണ്. ഇത് വിൽക്കാതെ വന്നാൽ ഇതിന്റെ നഷ്ടപരിഹാരം ഈ സമരം നടത്തുന്നവർ തരണം. അത് ഞങ്ങൾ മേടിക്കും, കോടതിയിൽ മേടിക്കും. കോടതിയിൽ നഷ്ടപരിഹാരം സമരം നടത്തുന്ന ആരെന്ന് അവരെ ഞങ്ങൾ മേടിച്ചോളാം. അങ്ങനെ പറ്റിയിട്ടോ തരുക. എന്താ കാര്യം പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പോഴും വിൽക്കുന്നതിനൊരു തടസ്സവുമില്ല. പക്ഷെ പഞ്ചായത്ത് പറയുന്ന വിലയ്ക്ക് കൊടുക്കാനേ പറ്റൂ. 410, 430 അങ്ങനെയാണേ കച്ചവടം ചെയ്താൽ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് ഇത് നമ്മുടെ കമ്മിറ്റിയുടെ നമ്മുടെ പിന്നെ പൊതുപ്രവർത്തകരും മാട്ടിറച്ചി വ്യാപാരികളും തമ്മിലുണ്ടാക്കിയ ധാരണ രേഖാമൂലം മിനിറ്റ്സിൻ്റെ കോപ്പി അടക്കം അവരെ അറിയിച്ചിട്ടുണ്ട്. ഇത് കളക്ടർക്ക് ഈ വില നിശ്ചയിക്കുന്നതിനുള്ള അധികാരം അതിനും കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി കളക്ടർക്ക് അതിന് കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കളക്ടർ വില മറ്റൊരു രീതിയിൽ നിശ്ചയിച്ചാൽ ആ വില തന്നെ ഇവിടെ ഉണ്ടാവും. അല്ലാതെ കമ്മിറ്റി എടുത്ത അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം കൊടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഇനി കട പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിന് മുമ്പിൽ പ്രക്ഷോഭത്തിലേക്ക് പോകും.